വികാരങ്ങളുടെ ആധിപത്യം. ചില ആളുകൾ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് കടന്നു വരുമ്പോൾ അവരൊരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല, പക്ഷെ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ സ്വാഭാവികമായും അവരിലേക്ക് തിരിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരുടെ സാന്നിധ്യം തന്നെ, അവരുടെ സാന്നിധ്യം തന്നെ നമ്മളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവഗണിക്കപ്പെടുന്നു. അവരെ ആരും കേൾക്കാനില്ല. എന്താണ് ആ വ്യത്യാസം? സൗന്ദര്യമാണത്? മണി, പവർ, പദവി? മിക്കപ്പോഴും അത് അവരുടെ സാന്നിധ്യമാണ്. അതായത് അവരുടെ ആത്മവിശ്വാസം, ശരീരഭാഷ, സംസാര ശൈലി, വൈകാരിക സ്ഥിരത, ലക്ഷ്യത്തിലെ വ്യക്തത, മറ്റുള്ളവരിൽ അവർ ശക്തമായ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്നു. ഞാൻ OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഒരു മുറിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണോ, അതോ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നവനാണോ? പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചവരാണ്. വ്യക്തിത്വമില്ലാത്തവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള അവരുടെ ഭയം അവരുടെ മുഖത്തും ശബ്ദത്തിലും ശരീരഭാഷയിലൊക്കെ പ്രതിഫലിക്കും. അതേസമയം സ്വന്തം മൂല്യത്തെക്കുറിച്ച് വ്യക്തതയുള്ള ഒരാൾ ശാന്തനായിരിക്കും. ആ ശാന്തത തന്നെയാണ് പലപ്പോഴും ആത്മവിശ്വാസമായി മറ്റുള്ളവർ വായിക്കുന്നത്. ഇന്ന് മുതൽ ഏത് മീറ്റിങ്ങിലേക്കും അഭിമുഖത്തിലേക്കും ബിസിനസ് ചർച്ചയിലേക്കും പൊതുവേദിയിലേക്കും കടക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങളൊന്ന് പരിശീലിക്കുക. 1, നിങ്ങളുടെ ഒരു ഫ്രെയിം സ്ഥാപിക്കുക. മുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലൊരു തീരുമാനം എടുക്കുക. ഞാനിവിടെ ആരുടെ അംഗീകാരം യാചിക്കാൻ വന്നവനല്ല, എൻ്റെ മൂല്യം പ്രകടിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ചിന്ത നിങ്ങളുടെ ശരീരഭാഷ തന്നെ മാറ്റും. നിവർന്നു നിൽക്കുന്ന നട്ടെല്ല് ഉറച്ച നടത്തം, ശാന്തമായ മുഖഭാവം, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആത്മവിശ്വാസം, ഇതെല്ലാം ഫസ്റ്റ് ഇംപ്രഷനിലെ ആദ്യ മതിപ്പ് അത് ശക്തമാക്കും. 2ാമത്തെ കാര്യം, നിശബ്ദതയുടെ ശക്തി മനസ്സിലാക്കുക. ആരക്ഷിത ബോധമുള്ളവർ പലപ്പോഴും അനാവശ്യമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആത്മവിശ്വാസമുള്ളവരോ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും. നമുക്ക് കിട്ടുന്ന ഓരോ ചോദ്യത്തിനും ഉടൻ തന്നെ അങ്ങോട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചോദ്യം കേട്ട് മനസ്സിലാക്കി ഒരു നിമിഷം ചിന്തിച്ച് സംസാരിക്കുന്നത് ദൗർബല്യമല്ല, അത് പക്വതയുടെ അടയാളമാണ്. നിങ്ങളുടെ നിശബ്ദത പോലും നിങ്ങളുടെ വാക്കുകളെ കൂടുതൽ വിലപ്പെട്ടതാക്കും. 3ാമത്തെ കാര്യം, കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കുക. സംശയത്തോടെ സംസാരിക്കുന്ന വാക്കുകൾ വിശ്വാസം സൃഷ്ടിക്കില്ല. നിങ്ങൾ പറയുന്ന ഓരോ വാചകത്തിനും വ്യക്തതയും ഉറപ്പും ഉണ്ടായിരിക്കണം. പക്ഷേ ഉറപ്പ് എന്നത് അഹങ്കാരമല്ല, അവനവൻ്റെ അറിവിലുള്ള ആത്മവിശ്വാസമാണത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെ സ്വന്തം നിലപാട് വ്യക്തമായി അവതരിപ്പിക്കാൻ പഠിക്കണം. 4ാമതായിട്ട്, വികാരങ്ങൾ നിയന്ത്രിക്കുക. വികാരങ്ങൾക്ക് അടിമയാകരുത്. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഉടൻ തന്നെ പ്രതികരിക്കരുത്. സംഗതി കൺട്രോൾ പോകേണ്ടത് തോന്നിയാൽ തന്നെ ആദ്യം ഒന്ന് നിശ്വസിക്കുക. ആ സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കണം നമുക്ക് തോന്നുന്നു, പക്ഷേ ശാന്തമായിട്ട് നിൽക്കുക, നിശ്വസിക്കുക, നിരീക്ഷിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ് യഥാർത്ഥ നേതാവ്. 5ാമത്തത്, നിങ്ങളുടെ സാന്നിധ്യത്തിന് ശക്തി നൽകുന്നത് നിങ്ങളുടെ ലക്ഷ്യബോധമാണ്. വലിയ ലക്ഷ്യബോധമുള്ള ആൾക്കാർക്ക് ചെറിയ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായിട്ട് അവർക്ക് തോന്നൂല. നിങ്ങളുടെ മനസ്സൊരു ദൗത്യത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ അനാവശ്യ വിമർശനങ്ങളും നിസ്സാര അഭിപ്രായങ്ങളും സ്വാഭാവികമായി അതിൻ്റെ പ്രാധാന്യം നമ്മൾക്കുള്ളിൽ നഷ്ടപ്പെടും. ഒരു ദൗത്യത്തിലാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കുറേ ആൾക്കാർ കുരച്ചാൽ നമ്മൾ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതോർക്ക് ഒരു മുറിയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യം അത് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവനല്ല, മറ്റുള്ളവരെന്ത് ചിന്തിച്ചാലും സ്വന്തം മൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാ. ആത്മവിശ്വാസം എന്ന് കിടക്കുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അല്ല, മനസ്സിൻ്റെ സ്ഥിരതയില. അധികാരമെന്നാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്നു മുതൽ ഓരോ മുറിയിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഒരു തീരുമാനം എടുക്കുക. ഇവിടെ ഞാൻ ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല വരുന്നത്. ഓക്കെ, എൻ്റെ ഏറ്റവും മികച്ച പതിപ്പായി മാത്രം ഞാൻ ഇവിടെ നിൽക്കും. ദിസ് ഇസ് മൈ ബെസ്റ്റ്. ഇങ്ങനെ നമ്മുടെ ബെസ്റ്റ് മാത്രം ചെയ്താൽ മതി എന്ന തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തീരുമാനം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ദിശ തന്നെ മാറ്റിത്തുടങ്ങും. അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം. ഞാൻ പൂർണ്ണനാണ്, ഐ എം കംപ്ലീറ്റ്. അടുത്ത വീഡിയോയിൽ ഫലത്തെക്കുറിച്ച് അമിതമായ ആശങ്ക പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട് അല്ലേ? അത് പ്രകടനത്തെ ബാധിക്കും. ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഫലത്തോടുള്ള അമിതമായ ആശങ്ക കുറച്ച് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാം. നിഷ്കാമ കർമ്മ, ഈ ആശയവും ആധുനിക എക്സിക്യൂഷൻ മനോഭാവവും തമ്മിലുള്ള ബന്ധം നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഡോണ്ട് മിസ് ഇറ്റ്. ഓൾറൈറ്റ്, സീ യു ദേർ.